ഒരേ സമയം ലെബനിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ വ്യാപകമായ പ്രത്യാക്രമണം തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ആക്രമണം തുടരുന്നതിനിടെ ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ലെബനന് ഐക്യദാർഢ്യം അറിയിച്ച് കൂറ്റൻ റാലിയും നടന്നു. തെക്കൻ ലെബനനിൽ കരയാക്രമണം തുടങ്ങിയ ഇസ്രായേലിന് കാര്യമായ നേട്ടമുണ്ടാക്കാനാവാതെ വന്നതോടെ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. ബെയ്റൂട്ടിൽ ആരോഗ്യ പ്രവർത്തകരടക്കം 37 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. 151 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള നേതാവ് ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണം. ലെബനന് പുറമെ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത്. വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 പേരും ഗസയിലെ ഖാൻ യൂനിസിലും ദൈറുൽ ബലായിലും ബോംബാക്രമണത്തിൽ 9 പേരും കൊല്ലപ്പെട്ടു. ഇസ്രായേലിനെതിരായ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ശക്തമാണ്. വടക്കൻ ഇസ്രായേലിലേക്കും ഹൈഫയിലേക്കും അടക്കം 100-ലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. നവാദീം സൈനിക ക്യാമ്പും ഗോലാൻ എയർബേസും അടക്കം സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ 2 സൈനികർ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിച്ചിരുന്നു. ഇതുവരെ ബെയ്റൂട്ടിലുണ്ടായ ഏറ്റവും ശക്തമായ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇവിടെ 11 തുടർ ആക്രമണങ്ങൾ നടത്തിയതായി AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ ഇസ്രായേൽ സൈന്യം ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ പിൻഗാമിയായ ഹാഷിം സഫീദീൻ വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യമാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ച ബെയ്റൂട്ടിൽ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലയുടെ തലവൻ മുഹമ്മദ് റാഷിദ് സഖാഫിയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു. സിറിയയുമായുള്ള ലെബനനിലെ മസ്ന അതിർത്തിയിലെ റോഡ് ബോംബാക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ട്. ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന 2 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഉപയോഗശൂന്യമായത്. ലെബനീസ് ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം 3 ലക്ഷത്തിലധികം ആളുകൾ ഇസ്രായേലി ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ലെബനനിൽ നിന്ന് സിറിയയിലേക്ക് കടന്നിട്ടുണ്ട്. ലെബനനിലെ 900ഓളം ഷെൽട്ടറുകളിൽ ഭൂരിഭാഗവും നിറഞ്ഞിരിക്കുകയാണെന്നും ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾ കൂടുതലായി തുറസായ സ്ഥലങ്ങളിൽ ഉറങ്ങുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. ഇറാൻ തങ്ങളുടെ ബന്ധശത്രുവായ ഇസ്രായേലിനെതിരെ ചൊവ്വാഴ്ച നടത്തിയ എക്കാലത്തെയും വലിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ യുദ്ധമുണ്ടാകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. എന്നാൽ അത്തരമൊരു യുദ്ധം ഒഴിവാക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ബൈഡൻ സമ്മതിച്ചു. ലെബനനിലെ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം ഇസ്രായേൽ ആക്രമണത്തിൽ 1000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു. ഇതുവരെ തെക്കൻ ലെബനനിലെ 77-ലധികം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും താമസിക്കുന്നവരോട് അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ലെബനനിലെ 20 തെക്കൻ പട്ടണങ്ങളിലെ താമസക്കാരോട് ഉടനടി ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ടിരുന്നു.